നമസ്കാരം. കേരളത്തിൽ നിന്ന് ഒടുവിൽ വരുന്ന വാർത്തകൾ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ താളം തെറ്റിക്കിടക്കുന്ന അനാഥാവസ്ഥ ഭരണരംഗത്ത് ഉണ്ടായി എന്നുള്ളതാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, ഗതാഗതം മുതലായ രംഗങ്ങളിലൊക്കെ പലവിധ, പ്രത്യേകിച്ചും വിദ്യാഭ്യാസ മേഖലയിലൊക്കെ നിർണായകമായ ഇടപെടൽ ഭരണ നേതൃത്വം, രാഷ്ട്രീയ നേതൃത്വം നടത്തേണ്ട ഒരു ഘട്ടം എന്ന നിലയിൽ കൂടി അനാഥമായ സാഹചര്യം വകുപ്പുകളിലൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഈ ഓരോ അധ്യയന വർഷമൊക്കെ കടക്കുമ്പം എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം എന്നത് സംബന്ധിച്ച് രാഷ്ട്രീയ നേതൃത്വം, ഭരണ നേതൃത്വം നിർണായകമായ ഇടപെടൽ നടത്തണം. ഇപ്പം സ്കൂളുകളിലെ പുസ്തകമൊക്കെ അച്ചടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും, അത് എടുക്കണം, അതിനെടുക്കുന്നതിന് എന്ത് ചെയ്യണം, അതിന് പൈസ കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള നിർണായക തീരുമാനങ്ങളൊക്കെ എടുക്കണം. ഒരു നിശ്ചിത തുകക്കപ്പുറം കൊടുക്കണം. ചിലപ്പം ഈ സർക്കാരിൻ്റെ അനുമതി വേണം, അതിന് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അനുമതി വേണം. ഒപ്പം ട്രാൻസ്ഫറുകൾ, NGO അസോസിയേഷൻ കത്തെഴുതി ട്രാൻസ്ഫർ ചെയ്യുന്ന വല്ലാത്ത സാഹചര്യമൊക്കെ കേരളത്തിൽ ഇപ്പോൾ നടക്കുകയാണ്. അങ്ങനെ ഓരോ വകുപ്പും ഡിപ്പാർട്ട്മെൻറ്റുകളും മനുഷ്യനെ ഉപയോഗപ്പെടുത്തേണ്ട സാഹചര്യങ്ങളിലൊക്കെ ഇടപെടാൻ കഴിയാത്ത ഭരണ നേതൃത്വമായി വളരെ ചുരുങ്ങിയ കാലമാണെങ്കിലും, കാവൽ മന്ത്രിസഭ എന്നൊക്കെ പേരാണല്ലോ, അതിന് പകരം പുതിയ സർക്കാർ അധികാരത്തിൽ വരാത്തതിൻ്റെ പ്രതിസന്ധിയാണ്. അതിന് എന്ത് വേണം? മുഖ്യമന്ത്രി വേണം. മുഖ്യമന്ത്രി എവിടെ? തീരുമാനമായിട്ടില്ല. അവിടെ നിന്ന് 2-3 പേരെ വിളിച്ച് ചർച്ച ചെയ്ത് വിട്ടിരിക്കുകയാണ്, KCയും VDയും RCയും. ഇതിലാരാണ് മുഖ്യമന്ത്രി എന്നത് സംബന്ധിച്ച ആകാംക്ഷ ഇപ്പോഴും ബാക്കിയുണ്ട്. ഇത് ആകാംക്ഷയ്ക്കപ്പുറത്ത് സാധാരണ ജീവിതത്തെ ബാധിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ഭരണം അങ്ങ് നടന്നു പോകും എന്ന് വിചാരിക്കുന്ന രീതിയിലല്ല കേരളത്തിലെയൊക്കെ അവസ്ഥ. ഭരണ നേതൃത്വം വേണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കപ്പെടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി മുഖ്യമന്ത്രിയെ നിയമിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുകയാണ് വേണ്ടത്. ഇപ്പോൾ അതിനുള്ള സാഹചര്യം എല്ലാം ഒരുങ്ങി, ജനം അതിനുവേണ്ടി വോട്ട് ചെയ്തു, 102 സീറ്റും കൊടുത്തിട്ടും മുഖ്യമന്ത്രി വരുന്നില്ല എന്നുള്ള ഒരു വസ്തുത നിലവിലുണ്ട്. അതേസമയം തന്നെ രാഷ്ട്രീയമായ ആകാംക്ഷകൾ ഒരു ഭാഗത്തും ഉണ്ട്. എന്തൊക്കെയാണ് നടക്കുന്നത്? സർക്കാരിൻ്റെ സംവിധാനത്തിൻ്റെ കീഴിൽ കാലങ്ങളായി നടന്നു വരുന്ന പരീക്ഷകൾ നടത്തുമ്പോൾ അവിടെ പോലും അലമ്പാക്കുന്ന ഘട്ടത്തിൽ, അത് ഞങ്ങളുടെ സർക്കാർ ഒന്നിന് ഞങ്ങൾ നിയമിക്കും എന്ന മട്ടിൽ അലമ്പാക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. KSU ഇന്ന് ഒരു പരീക്ഷാ ഹാളിൽ കയറി കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ നമുക്കറിയാലോ. ഇതൊക്കെ ക്രമസമാധാന രംഗത്തെ തന്നെ താറുമാറാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്ന് വേണം കരുതാൻ. പക്ഷേ മുഖ്യമന്ത്രി വന്നിട്ടില്ല എന്നുള്ളതാണ്. KC വേണുഗോപാലാണോ മുഖ്യമന്ത്രി? രമേശ് ചെന്നിത്തലയാണോ? VD സതീശനാണോ എന്നൊക്കെയുള്ള ചർച്ചകളാണ്. ഇപ്പം മാധ്യമങ്ങൾ റിപ്പോർട്ട് പ്രകാരം ഒരുവിധം VD സതീശനെ മാറ്റി നിർത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. RCക്കും ഇപ്പോൾ കാര്യങ്ങൾ ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ വാഹന പരിശോധനക്കാരൊക്കെ RC എവിടെയെന്ന് ചോദിക്കുമ്പം ഞങ്ങൾ RCയുടെ ആളല്ല, VDയുടെ ആളാണ് എന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിക്കുന്ന ആളുകളുടെ മീമുകൾ വരെ വന്നു തുടങ്ങി, ട്രോളുകൾ വരെ വന്നു തുടങ്ങി. പക്ഷേ KC അവിടെ ബാക്കി കിടക്കുന്നുണ്ട്. KC തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. മാതൃഭൂമി KCക്ക് തന്നെ സാധ്യത എന്ന നിലയിൽ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അങ്ങനെ കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചകൾ കൊടുമ്പിരിക്കൊള്ളുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഒന്ന്, മുഖ്യമന്ത്രി KC തന്നെ ആയിരിക്കുമെന്ന മാതൃഭൂമിയുടെ റിപ്പോർട്ടാണ്. നമുക്ക് ആദ്യം ആ റിപ്പോർട്ടിലൂടെ കടന്നു വരാം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആര് എന്ന വിഷയത്തിലുള്ള അന്തിമഘട്ട ചർച്ചകളിലും KC വേണുഗോപാൽ മുന്നിലാണ് എന്ന വിവരം. പ്രഖ്യാപനം വൈകിപ്പിക്കില്ലെന്നും ഇന്നോ നാളെയോ ഉണ്ടായേക്കുമെന്നും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പാർട്ടി വേഗത്തിലാക്കിയിട്ടുണ്ടെന്നും ഹൈക്കമാൻഡുമായി അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കി. 63 MLA-മാരിൽ ഏറ്റവും കൂടുതൽ പേർ ആരെയാണ് പിന്തുണച്ചത് എന്നത് മാത്രമാണ് ഹൈക്കമാൻഡ് പരിഗണിക്കുന്നത് എന്നതാണ് ഒടുവിലത്തെ വിവരം. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഇക്കാര്യം ചർച്ച ചെയ്യാൻ കൂടിക്കാഴ്ച നടത്തി എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. സോണിയാഗാന്ധിയുമായി ഇതുവരെ അനൗപചാരിക ചർച്ചകൾ മാത്രമാണ് നടന്നത്. ഔപചാരികമായി സോണിയാഗാന്ധിയുടെ നിലപാട് ചർച്ചകളിലേക്ക് കടന്നു വന്നിട്ടില്ല. ഹൈക്കമാൻഡ് തീരുമാനത്തിൽ ഘടകകക്ഷികൾക്കും എതിർപ്പുണ്ടാകില്ല എന്നാണ് കരുതുന്നത്. പ്രഖ്യാപനം കേരളത്തിൽ വെച്ചോ അതോ ഡൽഹിയിൽ വെച്ചോ വേണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഡൽഹിയിലാണെങ്കിൽ AICC പ്രസിഡന്റ് നേരിട്ട് വാർത്താക്കുറിപ്പായി മാധ്യമങ്ങളോട് വിശദീകരിച്ചോ അല്ലെങ്കിൽ വാർത്താക്കുറിപ്പായോ അറിയിക്കും. അല്ലെങ്കിൽ AICC തീരുമാനം ആയി നിയമസഭാ കക്ഷിയോഗം വിളിച്ച് അവിടെ AICC പ്രസിഡന്റ് തീരുമാനം അറിയിക്കാം. മുഖ്യമന്ത്രിക്കൊപ്പം അനുനയ രീതിയിൽ ഉപമുഖ്യമന്ത്രി പദം ഉണ്ടായേക്കും എന്ന വാർത്തകൾ വന്നിരുന്നെങ്കിലും അതിന് സാധ്യതയില്ലെന്ന വിവരമാണ് ഹൈക്കമാൻഡിനോട് അടുത്തവർ പറയുന്നത്. തർക്കത്തിലുള്ള മറ്റു 2 പേരെ ക്യാബിനറ്റിൽ നല്ല വകുപ്പുകൾ നൽകി ഒപ്പം നിർത്താനാണ് നീക്കം. പുറത്തുവരുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ KC വേണുഗോപാലിൻ്റെ 17 വർഷങ്ങൾക്ക് ശേഷമുള്ള കേരള രാഷ്ട്രീയത്തിലേക്കുള്ള മടങ്ങിവരവാകും. പൊതുവികാരം എന്ന തരത്തിൽ ഉയർന്നിട്ടുള്ള പ്രതികരണങ്ങളെയും ഘടകകക്ഷികളുടെ താല്പര്യത്തെയും ഹൈക്കമാൻഡ് മുഖവിലക്കെടുത്തിട്ടില്ല എന്നാണ് വിവരം. നിയമസഭാ കക്ഷിയിലെ MLA-മാരുടെ ഭൂരിപക്ഷം അനുസരിച്ച് മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കുന്നതാണ് കോൺഗ്രസിൻ്റെ പരമ്പരാഗത രീതി. ഭൂരിഭാഗം MLA-മാരും KCയെയാണ് പിന്തുണച്ചത്.
മറച്ചത് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. ഇതിന് പിന്നാലെയാണ് വി.ഡി. സതീശനെ രമേശ് ചെന്നിത്തലയും ഡൽഹിക്ക് വിളിപ്പിച്ചത്. ഓരോരുത്തരോടും വ്യക്തിപരമായി സംസാരിച്ചതിന് ശേഷം കേന്ദ്ര നേതൃത്വവുമായി ചർച്ച ചെയ്ത് തീരുമാനം അറിയിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപ്രകാരം ആദ്യം വി.ഡി. സതീശനും ഇന്ന് രമേശ് ചെന്നിത്തലയും കേരളത്തിലേക്ക് മടങ്ങിയെത്തി. തീരുമാനം ഉടൻ ഉണ്ടാകും എന്നാണ് മാതൃഭൂമി പറയുന്നത്. മുഖ്യമന്ത്രിക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന് പകരമായി ഉപമുഖ്യമന്ത്രി എന്ന പദവി ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒരു ഭാഗം. ഒപ്പം വി.ഡി. സതീശന് ധനകാര്യവും രമേശ് ചെന്നിത്തലയ്ക്കും നല്ല ഒരു വകുപ്പ് നൽകി ഒപ്പം നിർത്താനുമാണ് നീക്കം. നല്ല വകുപ്പ് എന്ന് പറയുമ്പോൾ റവന്യൂ പോലെയുള്ള വകുപ്പുകൾക്കാണ് സൂചനകൾ എന്ന് വാർത്തകളിൽ നിന്നും കാണുന്നു. കാരണം ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി ആയി വരുന്ന ആൾ വിട്ടു നൽകില്ല, അപ്പോൾ ദുർബലനായി തീരുമെന്നുള്ള ധാരണയിലേക്ക് കെ.സി എത്തുന്നുണ്ട് എന്നാണ് വിവരം. എന്തായാലും ഇതാണ് നിലവിലെ സാഹചര്യം. അതേസമയം വി.ഡി. സതീശൻ അദ്ദേഹത്തിൻ്റെ ഈ വിവാദങ്ങൾക്ക് ശേഷമുള്ള ആദ്യത്തെ ഒരു അഭിമുഖം ഏഷ്യാനെറ്റ് ന്യൂസിൽ അദ്ദേഹം വിനു വി ജോണുമായി നടത്തി. അതിൽ അദ്ദേഹം ഈ സാഹചര്യത്തെ വിശദീകരിക്കുന്നുണ്ട്. നിലവിൽ കേരളത്തിൽ ഉള്ള സാഹചര്യത്തെ നേരിട്ടല്ലാതെ ആളുകൾ ജനം വോട്ട് ചെയ്തത് വിശ്വസിച്ചാണ്. അതിനിടയിൽ നമ്മൾ തമ്മിൽ തല്ലി പേര് കളയിക്കരുത്, ജനങ്ങളുടെ പ്രതീക്ഷ ഇല്ലാതാക്കരുത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ വിനു വി ജോണോട് മാധ്യമങ്ങളുടെ പക്ഷപാതിത്വത്തെക്കുറിച്ചടക്കം നിലവിലെ സാഹചര്യങ്ങളിലുള്ള അവസ്ഥയിലേക്ക് കടക്കും വിധത്തിലുള്ള ഒരു വിശകലനം അദ്ദേഹം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ചും വി.ഡി. സതീശൻ്റെ ഇമേജിനെ തകർക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടായിരുന്നു. CPM-ൻ്റെ നേതൃത്വത്തിലാണ് നടത്തിയത്. അതിൽ മാധ്യമങ്ങൾ പങ്കുചേർന്നു, ഒരു വിഭാഗം മാധ്യമങ്ങൾ എന്നാണ്. അത് ഏഷ്യാനെറ്റ് ന്യൂസ് അല്ല, ഏഷ്യാനെറ്റ് ന്യൂസ് ഒഴികെയുള്ള മാധ്യമങ്ങൾ എന്ന് പ്രത്യേകമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, മീഡിയ വൺ അടക്കമുള്ള മാധ്യമങ്ങൾ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി വരണം എന്നാഗ്രഹിക്കുന്ന വിധത്തിലുള്ള റിപ്പോർട്ടിങ്ങിനെ കുറിച്ചുള്ള വലിയ തോതിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. കെ.സി ഗ്രൂപ്പ് അടക്കം ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ വലിയ പ്രചരണങ്ങളും നടത്തുന്നുണ്ട്. വി.ഡി. സതീശന് വേണ്ടി കെ.സിയെ മോശക്കാരനാക്കി ചിത്രീകരിക്കുന്നു എന്നതടക്കം ഉള്ളത്. അതേസമയം വി.ഡി. സതീശൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിക്കാൻ കഴിയണം എന്നുള്ളത് സംബന്ധിച്ച് തന്നെയാണ്. വിശ്വാസം കാത്തുസൂക്ഷിക്കാൻ ബാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. തമ്മിൽ തല്ലി പിരിഞ്ഞു പോയാൽ ജനം പരിഹസിക്കില്ലേ, അതുകൊണ്ട് ഇത്തരം ചർച്ചകളിൽ ഇപ്പോൾ പരസ്യമായി പ്രതികരിക്കുന്നില്ല എന്നാണ് വി.ഡി. സതീശൻ വിനു വി ജോണിനോട് പ്രതികരിക്കുന്നത്. അതേസമയം ഘടകകക്ഷികളോട് പുലർത്തിയ മര്യാദയും മുസ്ലിം ലീഗ് തന്നോടും തിരിച്ചും കാണിക്കുന്ന ഈ സ്നേഹത്തിൻ്റെയും രഹസ്യവും വി.ഡി. സതീശൻ വിനു വി ജോണിനോട് വിശദീകരിക്കുന്നുണ്ട്. ഇതിനിടയിൽ മറ്റൊരു വാർത്ത വരുന്നത് KPCC അധ്യക്ഷന് വേണ്ടിയിട്ടുള്ള പിടിവലി ആരംഭിച്ചു എന്നത് സംബന്ധിച്ചാണ്. സണ്ണി ജോസഫ് മന്ത്രിയാകും എന്നുറപ്പായതുകൊണ്ട് അദ്ദേഹത്തിന് പകരക്കാരൻ ആര് എന്നത് സംബന്ധിച്ച ചർച്ച ഹൈക്കമാൻഡ് നടത്തുന്നുണ്ട്. കൊടിക്കുന്നിൽ മല്ലികാർജ്ജുൻ ഖാർഗെയെ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഈ വാർത്ത ഇന്ന് കൂടുതൽ ഡിസ്കഷനിലേക്ക് വന്നത്. കൊടിക്കുന്നിൽ അവകാശവാദം ഉന്നയിച്ചു, തനിക്ക് ക്ലെയിം ഉണ്ട് എന്നത് സംബന്ധിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെയോട് KPCC പ്രസിഡന്റ് ആക്കുന്നതിനെ സംബന്ധിച്ച സാഹചര്യം, അതിനുള്ള ക്ലെയിം അദ്ദേഹം മുന്നോട്ട് വെച്ചു എന്നാണ് വാർത്തകൾ. അതേസമയം സണ്ണി ജോസഫിനെ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ക്രൈസ്തവ വിഭാഗം ക്രൈസ്തവ ന്യൂനപക്ഷം BJP-യിലേക്ക് അടുക്കുന്നു എന്നുള്ള വലിയ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ ഇതിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ സണ്ണി ജോസഫിനെ മാറ്റുമ്പം ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നൊരാൾ വേണം എന്ന നിലപാട് പാർട്ടിക്കുണ്ട്. അതിൻ്റെ റിസൾട്ട് ഈ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം കോൺഗ്രസിന് ലഭിച്ചിരുന്നു. അത് നിലനിർത്തണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ പാർട്ടിയുടെ നിഗമനം. അതുകൊണ്ട് തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആൻ്റണി, ബെന്നി ബെഹന്നാൻ എന്നിവരുടെ പേരുകളും KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ട്. മാത്രമല്ല, മുഖ്യമന്ത്രി അല്ലെങ്കിൽ നിയമസഭാ കക്ഷി നേതാവായി ഒരാളെ തിരഞ്ഞെടുക്കുന്ന ഘട്ടത്തിൽ തന്നെ ആ സമയത്ത് തന്നെ KPCC പ്രസിഡന്റിൻ്റെ കാര്യവും AICC പുറത്തുവിടാൻ സാധ്യതയുണ്ട് എന്നും വാർത്തയുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി ആര് എന്നത് സംബന്ധിച്ച് ഉടൻ തീരുമാനിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കേണ്ടത് കേരളത്തിലെ മനുഷ്യരെ സംബന്ധിച്ചും പ്രധാനമാണ്. അവർക്ക് അത് രാഷ്ട്രീയ പാർട്ടി ഭേദമന്യേ ജനങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ട സർക്കാർ ഇങ്ങനെ അനാഥമായി കിടക്കുന്നതിൻ്റെ റിസൾട്ടുകൾ ഇപ്പോൾ വന്നു തുടങ്ങി. പല ഇടപെടേണ്ട മേഖലകളിലും ഇടപെടേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഭരണ നേതൃത്വം ചലിക്കാൻ ആരംഭിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നന്ദി, നമസ്കാരം.